നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. ആഗോള ക്രൈസ്തവ സഭ ഇന്ന് കൊഴുക്കട്ട പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഓശാന ഞായറാഴ്ചയുടെ മുൻപ് വരുന്ന ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനിയാഴ്ചയായിട്ട് ആചരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ 1 കിലോ വറുത്ത അരിപ്പൊടി, നമ്മളിവിടെ അരി പൊടിപ്പിച്ച് വറുത്തതാണ്. പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് തിരുമ്മിയത്, 1/2 കിലോ ശർക്കര, ഒരു 10-12 ഏലക്ക, 2 കഷ്ണം ചുക്ക്, 1 നുള്ള് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, നെയ്യ്. ഇത്രയും സാധനമാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. നമുക്കിത് അരിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി ചൂടുവെള്ളം തയ്യാറാക്കാം. നമുക്ക് ഒരു സോസ്പാൻ വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് വെട്ടി തിളച്ച് വരട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. നമ്മുടെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ ഈ തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട്, ഇത് ചൂടായതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു തവി കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇത് നമ്മൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചൂട് ഒന്ന് ആറാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉരുക്കി പാനിയാക്കി എടുക്കണം. നമ്മുടെ ശർക്കര പാനിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഏലക്കയും ചുക്കും ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഏലക്കയും ചുക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ശർക്കരയ്ക്ക് ചെറിയൊരു പുളിരസമുണ്ട്, അത് പോയി കിട്ടുകയും ചെയ്യും. നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട്. നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അരിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് പൊടിയോ മാലിന്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനാണ്. നമ്മൾ തിരികെ വെച്ചേക്കുന്ന തേങ്ങയിൽ നിന്ന് കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മധുരമില്ലാത്ത കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കിതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ആ മുഴുവൻ തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചുക്ക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ സാദാ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് തേങ്ങ മാറ്റി വയ്ക്കണമെന്ന്. നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മധുരം കഴിക്കാൻ ഒക്കത്തില്ല. എല്ലാവർക്കും ഷുഗറും മറ്റ് അസുഖങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ മധുരമില്ലാത്ത 2-3 കുഴക്കട്ടകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി കുഴക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തണുത്ത് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കൊട്ട പോലെ ആക്കിയെടുക്കണം. കനം കുറച്ച് നമ്മളിതുപോലത്തെ ഒരു കൊട്ട പോലെ ആക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക.
എന്നിട്ടതിനെ ഇങ്ങനെ നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉരുട്ടുക. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി വയ്ക്കുക. നമുക്കിനി ഒരു മധുരമില്ലാത്ത ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് മധുരമില്ലാത്ത ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇത് അടച്ചു കൊടുക്കുക. നമുക്ക് ഇതെല്ലാം ബാക്കിയെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മളപ്പോൾ കുഴക്കട്ട എല്ലാം ഉരുട്ടി കഴിഞ്ഞു. നമുക്കിനി പുഴുങ്ങിയെടുക്കണം. നമ്മൾ ഇഡലിത്തട്ടിലാണത് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ കുഴക്കട്ട ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെല്ലാം ഇഡലിത്തട്ടിനകത്തേക്കെല്ലാം കുഴക്കട്ടയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-30 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് കുഴക്കട്ടയെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സൂപ്പറായിട്ട് നമുക്ക് കുഴക്കട്ട കിട്ടി. ഇത് കണ്ടോ, നമ്മുടെ കുഴക്കട്ട നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ആഹാ, എന്ത് സൗന്ദര്യം! നല്ല മധുരമാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നമ്മുടെ കുഴക്കട്ടയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മധുരമില്ലാത്ത കുഴക്കട്ടയും മധുരം കിനിയുന്ന കുഴക്കട്ടയും എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുഴക്കട്ട പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.